അത് പരിഗണിക്കേണ്ട പ്രശ്നമില്ല. എത്ര പ്രാവശ്യം പരിഗണിച്ചല്ലേ, എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇനി അതിന്റെ മേലെ വേറെയും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പം തന്നെ എന്തെല്ലാം ചർച്ചയാണ്. 3 പേരടങ്ങുന്ന 4 മാസത്തേക്കുള്ള അന്വേഷണം, 4 പേരടങ്ങുന്ന 8 മാസത്തേക്കുള്ള അന്വേഷണം, ഇങ്ങനെ നിരവധി അന്വേഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇനിയിപ്പോൾ ഇലക്ഷൻ തുടങ്ങിയാൽ എന്തെല്ലാം വരും? ഇതല്ല ഇവിടെ ചർച്ച ചെയ്യാൻ, ആര് ചർച്ച ചെയ്യാൻ? എല്ലാം രാഷ്ട്രീയമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമല്ലോ. സോളന്റെ വർഷത്തിൽ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, ഓരോരാൾക്കെതിരായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഓരോന്നോരോന്നായിട്ടല്ല കൈകാര്യം ചെയ്യേണ്ടത്. പൊതുവായിട്ട് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നിരവധി വഴികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള വഴികളൊന്നും കണ്ടെത്താതുകൊണ്ട് അച്ഛൻ ഇന്നയാളാണ് എന്ന് പറഞ്ഞിട്ട് മോളെ പേരിലാണ് വരുന്നതെങ്കിലും അത് അച്ഛനിലേക്ക് എത്താനാണല്ലോ. അത് കൃത്യമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിനെ രാഷ്ട്രീയമായിട്ട് തന്നെ എതിർത്ത് പരാജയപ്പെടുത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, കേസിന്റെ ഭാഗമായിട്ട് ഇനി 4 മാസത്തെയും 8 മാസത്തെയും അന്വേഷണം വരട്ടെ, അപ്പൊ നോക്കാമെന്ന്. നമുക്കിതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു ഭയമില്ലെന്ന്. നിയമപരമായിട്ടുള്ള നോക്കും, എല്ലാം നിയമപരമായിട്ട് നേരിടാതിരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയമായിട്ട് നേരിടുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ ചുമതല. അത് ഞങ്ങൾ കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കും. നിയമപരമായിട്ട് സ്വീകരിക്കേണ്ടവർ നിയമപരമായിട്ടും സ്വീകരിക്കും. അല്ല, അവർക്ക് കേരളത്തോട് കാണിക്കുന്ന അവഗണനയല്ല പ്രശ്നം. അവർ BJP അവിടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് കേരളത്തിൽ നിർവഹിക്കാൻ കേരളത്തിലെ MLA-മാര് നിയമസഭയിൽ നിലപാട് സ്വീകരിക്കുകയാണ്. ഒരു ഭാഗത്ത് BJP-യോടൊപ്പം നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അതിന്റെ കൃത്യമായ അർത്ഥം. അതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനരോഷം രൂപപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അതിന് പകരം വേറെ രാഷ്ട്രീയമായിട്ട് വഴിതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അവരുടെ തന്നെ വക്കീൽ ഉൾപ്പെടെയായിട്ടുള്ള ചില ആളുകൾ അസംബ്ലിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒപ്പം നിന്നുകൊണ്ടാണ് UDF പ്രവർത്തിക്കുന്നത്. ആ പ്രശ്നം ഞാൻ അതാ പറഞ്ഞത്. ഇല്ല, അദ്ദേഹം ഒരു വികസന പ്രവർത്തനത്തിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കില്ല. കേരളം ഒരു ഇഞ്ചിനി മുമ്പോട്ടേക്ക് പോകാൻ പാടില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരാനുകൂല്യവും ഇനി കൊടുക്കാനും പാടില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന പ്രതിപക്ഷമല്ലേ. ഇത് ലോകത്തിങ്ങനെ ഒരു പ്രതിപക്ഷം ഉണ്ടാവുമോ? അത് ഞാൻ ഈ പത്രസമ്മേളനത്തിന് ഇതിനു മുമ്പ് തന്നെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാണ്. ഇങ്ങനെ ഒരു പ്രതിപക്ഷം ലോകത്ത് എവിടെ ഉണ്ടാവില്ല. ഒരു വികസന പ്രവർത്തനവും നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷം പറയുന്നുണ്ടോ എവിടെയെങ്കിലും? ഇവിടെയല്ലാതെ അന്വേഷിക്കട്ടെ. അത് നമ്മളല്ലല്ലോ അന്വേഷിക്കുന്നത്, അവരല്ലേ. അന്വേഷിച്ചോട്ടെ എന്ന്. ഞങ്ങൾ എന്തിനു അന്വേഷിക്കേണ്ട കാര്യം? ഞങ്ങൾ ഈ അന്വേഷണത്തിന് എന്റെ ഭാഗമല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമാണ്. പിണറായി വിജയനെ എങ്ങനെ കൊടുക്കാം എന്നതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് വേറെ കേസൊന്നുമല്ല. ഇതിനെക്കാട് എത്ര വലിയ കേസുണ്ട് വേറെ? ഇവിടെ കേസല്ല പ്രശ്നം. ഇവിടെ പിണറായി വിജയനെ എങ്ങനെ പ്രതിയാക്കാം എന്നുള്ളതാണ് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതാ കാര്യം. ആ രാഷ്ട്രീയം ശരിയായ രീതിയിൽ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലതും പറഞ്ഞുകൊണ്ടേയിരിക്കും. വിശദീകരണം കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ അന്വേഷണം ഇങ്ങനെ 2 തരത്തിൽ 3 തരത്തിലൊക്കെ വരുന്നത്? വരട്ടെ, അന്വേഷണം വരട്ടെ, അന്നേരം പറയല്ലോ. അന്വേഷണം കൊടുത്തിട്ടുണ്ടോ, വിശദീകരണം കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം അന്വേഷിക്കാൻ ഉൾപ്പെടെയല്ലേ തീരുമാനിച്ചത്. 2 ടീമിനെ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയെയും മറികടന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് പരിഗണന കിട്ടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 2 അന്വേഷണ വിഭാഗവും രൂപപ്പെട്ട് വന്നിട്ടുള്ളത്.